ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ മറ്റു പല പേരുകളിൽ നമ്മൾ അറിയപ്പെടും. ഓൺലൈൻ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിംഗ്, അങ്ങനെ പല പേരുകളിലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രോഡക്ട്സിനെ സെയിൽസിന് വേണ്ടിയിട്ടോ സർവീസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ മാർഗം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയോ അതിനെ സെല്ല് ചെയ്യുകയോ അതിനെ സർവീസ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വയർലെസ് മീഡിയ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കമ്പോണൻസിനെ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, 5 തരത്തിലല്ല, കുറേയധികം കമ്പോണൻസ് ഇതിനകത്തിലുണ്ട്. ഒന്ന് SEO മീൻസ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. രണ്ടാമത്തെ SEM സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. അടുത്തതെന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് SOM സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തിൽ വരുന്നത്. ഇനി ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നൊരു ബിസിനസ് ട്രിക്കാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു ഗൂഗിളിനകത്തിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഐറ്റത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൈറ്റുകൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ തരും. അപ്പോൾ ഈ സൈറ്റുകൾ ഒരു പേജിലും ആയിരിക്കത്തില്ല, നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് കുറേ സൈറ്റുകളുണ്ടാവും. പക്ഷേ ആദ്യം വരുന്ന സൈറ്റുകളാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലേ? അപ്പം നമുക്കൊരു സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റ് ഇതേപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലെ തന്നെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 സൈറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമേ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴോട്ടുള്ള അങ്ങനെയൊന്നും സെർച്ച് ചെയ്യാറില്ല, അല്ലേ? അപ്പം എങ്ങനെ നമ്മുടെ സൈറ്റും ഈ ഫ്രണ്ടിലേക്ക്, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെയൊക്കെ ലിസ്റ്റിനകത്തിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാം, ആ ഒരു ടെക്നിക്സിനെയാണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈറ്റിനെയും ഈ ഫ്രണ്ട് പേജിനകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർച്ച് എൻജിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റോ വല്ലതും കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഇരട്ടിയാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു പ്രോഡക്റ്റിനെ സെർച്ച് ചെയ്ത സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ട്, കുറേയധികം സൈറ്റുകളുടെ ലിസ്റ്റും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റുകളുടെ എല്ലാം ലിസ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ. പറഞ്ഞാൽ ആഡ്സ് ആണ്, ഗൂഗിളിന് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് നടത്തുന്നത് ഒരു പേഴ്സണാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയുടെ ആളൊന്നുമല്ല, പകരം മറ്റേതെങ്കിലും ഒരു പേഴ്സണിനെ കൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് നടത്തുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബൊക്കെ കാണുമ്പോൾ അറിയാം, ഇതിനിടയ്ക്ക് ചില ആഡ്സൊക്കെ വരും. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് ഉണ്ടാവും, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ്സ് ഉണ്ടാവും. ഇതിനകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് നമുക്ക് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയാം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയ്ക്കകത്തിൽ ഒരു സെലിബ്രിറ്റി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. പുള്ളിയുടെ സെലിബ്രേഷനെ പറ്റി അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന മേഖലയെപ്പറ്റി ഇങ്ങനെ നല്ലതായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളിയുടെ കയ്യിലൊരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ബോട്ടിലുണ്ട്. അപ്പം ആ ബോട്ടിൽ 2 കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരുന്നാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു അഡ്വർടൈസ്മെൻ്റാണ്. പുള്ളിയെ കൊണ്ട് ആ ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ് പുള്ളി ഉപയോഗിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കറിയാം, സെലിബ്രിറ്റീസൊക്കെ ഒരു സാധനം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ ചാടി വീഴും, അല്ലേ? അപ്പം പുള്ളി ഇതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് കമ്മീഷൻ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ റിവാർഡ് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഇതിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ കണ്ടൻറ്റിനോടൊപ്പം തന്നെ ചില ആഡ്സൊക്കെ വരാറുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ മീഷോയുടെ പരസ്യം വരാറുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളുടെ പരസ്യം വരാറുണ്ട്. ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് തരുന്ന അഡ്വർടൈസ്മെൻ്റാണ്.
നിലവിൽ എല്ലാ ചാനലിലും ഇങ്ങനെയുള്ള പരസ്യങ്ങളുണ്ട് എങ്കിൽ പോലും ഏത് പരസ്യമാണ് മുന്നിൽ വരേണ്ടത് എന്നുള്ളൊരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ പ്രോസസ്സിനെ പറ്റി അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഏത് പരസ്യം മുന്നേ വരണം, നമ്മുടെ പരസ്യം മുന്നേ വരാൻ എന്ത് ചെയ്യണം, ഈ ടെക്നിക്സിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇതേവരെ നമ്മൾ കണ്ട എല്ലാ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടല്ല, ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആർക്കും അതേപോലെ തന്നെ അലോ ചെയ്യും എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെ ഇമെയിലിലേക്കാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുമല്ല, ഇവിടെ എന്ന് പറയുന്ന ഒരു മീഡിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സല്ല. പകരം എന്ന് പറയുന്നത് നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. ഒരാൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ രീതിയിലുള്ള ടെക്സ്റ്റ് ആയിരിക്കണം, കണ്ടൻറ്റ് അതുപോലത്തെ ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാൻവാസ് അങ്ങനെ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നേച്ചർ എന്താണെന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തിൽ വരുന്നത്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻസ്. പിന്നെ ഇതിനകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേരിയസ് വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്രോസസ്സ് എല്ലാം നടക്കുന്നതെങ്കിലും ചില വെബ്സൈറ്റുകൾ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമുണ്ട്. ചില ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം, അതായത് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ചാനൽസ് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചാനലുകൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മുടെ ബിസിനസ്സിനെ ഇരട്ടിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് വെബ് മാർക്കറ്റിങ്ങിനകത്തിൽ വരുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മൊബൈൽ ആപ്സ്. നമുക്കറിയാം, നമ്മൾ ഗെയിമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമ്മളത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട് അല്ലേ. ഈ ഗെയിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും കൂടുതലും അതിനകത്തിൽ വരുന്നത്. അപ്പം അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചാനലിലേക്കും കൂടെ നമ്മളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ, അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഇതുകൂടാതെ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലാത്ത വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാം, ഈവൻ നമ്മളൊരു പ്ലേ സ്റ്റോറിൽ നിന്നൊരു PDF-ൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്നൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്, ഡിജിറ്റലായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ. ഓക്കെ.